ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരും, മനസ്സിൽ സന്തോഷം നിറയും. അപ്പോ 2000 വർഷങ്ങൾക്കപ്പുറം ഈശോ മിശിഹാ ഇന്ന് ജനിക്കാൻ പോകുന്നുവെന്ന് കേട്ട് അന്നത്തെ ആളുകൾ എത്രമാത്രം സന്തോഷിച്ചിരിക്കും. എന്നാൽ ലോകം മുഴുവൻ സന്തോഷിച്ചപ്പോൾ തന്റെ സ്വാർത്ഥതയുടെ പേരിൽ ഈശോ മിശിഹായെ വധിക്കാൻ തന്നെ തീരുമാനിച്ച ഏറെ വ്യാകുലപ്പെട്ട ഒരാളില്ലേ? അതെ, ഹെറോദോസ്. അതിന്റെ ഫലമോ ഇന്നും ക്രിസ്മസിനെ പറ്റി ഓർമ്മിക്കുമ്പോൾ അന്ന് ഈശോയെ കാണാനെത്തിയ ആട്ടിടയന്മാരെയും രാജാക്കന്മാരെയും ലോകം ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്നു. എന്നാൽ കേവലം 2 ദിവസങ്ങൾക്കപ്പുറം കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസം ലോകം വെറുപ്പോടെയും അവജ്ഞയോടെയും ഹെറോദോസ് രാജാവിൻ്റെ ഓർമ്മകളെ അയവിറക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവിളിയോട് നാം മറുതലിക്കുമ്പോൾ നാമും മറ്റൊരു ഹെറോദോസ് രാജാവായി മാറും. എന്നാൽ ദൈവത്തിന് കീഴ്വഴങ്ങാൻ, ഈശോ മിശിഹായെ സ്നേഹിക്കാൻ നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ദൃഢപ്രതിജ്ഞ എടുക്കാം.